ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാകാൻ ഭാഗ്യം ലഭിച്ചു എന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകളാവാൻ ഭാഗ്യം ലഭിച്ചു എന്നത് തന്നെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകിയ ഒരു സ്ഥാനം. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാവാൻ ഭാഗ്യം ലഭിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കളും പേരമക്കളുമായ തങ്ങന്മാര് അഹ്ലു ബൈത്ത് വലിയ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് തങ്ങന്മാരെ നമ്മൾ നല്ലോണം ബഹുമാനിക്കണം. അള്ളാഹു നമ്മുടെ അറിവിനിലാവ് റമളാൻ നിലാവ് കാണുന്ന സയ്യിദ് കുടുംബങ്ങൾക്ക് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് ബാക്കിയുള്ള കുടുംബങ്ങൾക്കൊക്കെ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, തങ്ങന്മാരെന്ന് പറഞ്ഞ വല്ലാത്തൊരു സംഭവമാണ്. അത് അള്ളാഹു നൽകുന്ന ഒരു മഹത്വമാണ്. അത് അള്ളാഹു നൽകുന്ന ഒരു സൗഭാഗ്യമാണ്. ഒരു സയ്യിദാവുക, ഒരു സയ്യിദത്താവുക, ഒരു ബീവിയാവുക. നമ്മൾ എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ഇബാദത്തെടുത്താലും ഒരു തങ്ങളാവാൻ നമ്മളെ കൊണ്ട് കഴിയും. ഇപ്പൊ നമുക്ക് പഠിച്ചിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ പറ്റും, പക്ഷേ ഒരു തങ്ങളാവാൻ നമ്മളെ കൊണ്ട് കഴിയൂല. പ്രിയപ്പെട്ടവരെ, തങ്ങളാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് തങ്ങളാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് റബ്ബേ, അള്ളാഹുവേ, അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിന് നീ കബൂലിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിന് നീ കബൂലിയത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാ മുഅ്മിനീങ്ങളും മജ്ലിസിൽ വെള്ളം വെക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ മുഅ്മിനീങ്ങളും മജ്ലിസിൽ വെള്ളം വെക്കണം. അള്ളാഹു ഇവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇവര് നമ്മുടെ മജ്ലിസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ മജ്ലിസിൽ വെള്ളം വെക്കി. എല്ലാ മുഅ്മിനീങ്ങളും മജ്ലിസിൽ വെള്ളം വെക്കി. അള്ളാഹു ഈ ഷോപ്പിലും ഇതിന്റെ ആളുകൾക്കൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ്, നല്ലോണം പഠിച്ചോളിട്ടോ. ഫാത്തിമയുടെ പ്രത്യേകതകളാ പറയുന്നത്. 10 പ്രത്യേകതകളുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു, എന്നെന്താ? മുത്തുനബിയുടെ മകളാകാൻ ഭാഗ്യം ലഭിച്ചു. മുത്തുനബിയുടെ മുത്തുനബിയുടെ മകളാകാൻ ഭാഗ്യം ലഭിച്ചു. അത് തന്നെയാണ് ഒന്നാമത്തെ പ്രത്യേകത. അതൊരു വലിയ തൗഫീഖല്ലേ, തങ്ങളാവാന്നുള്ള ചില്ലറങ്ങൾ കരുതിയത്. ഒരു സയ്യിദ് എന്ന് പറഞ്ഞാല് ആ സയ്യിദ് മൂല്യരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കണം. നമ്മളെന്താ കരുതിയത്? സയ്യിദിന് തൊപ്പിണ്ടെങ്കിൽ തലകെട്ടുണ്ടെങ്കിൽ ബഹുമാനിക്കാൻ പറ്റുള്ളൂ എന്നാ? അങ്ങനെയല്ല. തങ്ങളാണോ? ആ തങ്ങള് സാധാരണ ഒരു കൂലി ജോലിക്കാരനാണെങ്കിൽ വരെ തങ്ങളാ. ഇനിയിപ്പോ തങ്ങള് ഡ്രൈവറാണ്, പക്ഷെ തങ്ങളാണ്. തങ്ങൾക്കുള്ള ബഹുമാനം നമ്മൾ കൊടുക്കണം. നമ്മൾ പറയില്ലേ, ഓ ഇത് വലിയ ബീവിയറല്ലേ? യഥാർത്ഥ ബീവിമാര് തന്നെയാണ്. അതങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ എന്താ കരുതിയത്, വലിയ തൊപ്പിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ മോലേരായാൽ മാത്രമേ തങ്ങളുള്ളൂ, ഓലെ മാത്രം ബഹുമാനിച്ചാൽ മതി, മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല മക്കളെ. എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം. നമ്മൾ ഓരോ തങ്ങളെയും നമ്മൾ ചീത്ത പറയരുത്. നല്ലോണം ശ്രദ്ധിക്കണം. ഈ നാവ് കൊണ്ട് കെളിമയെല്ലാം പറ്റുമെന്ന് അറിയില്ല. ഒരു തങ്ങളെയും ചീത്ത പറയരുത്. അത് ഏത് ഗ്രൂപ്പിൽ പെട്ട തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ ചീത്ത പറയാനോ അവർക്കെതിരെ പോസ്റ്റർ ചെയ്താനോ അവർക്കെതിരെ കമന്റ് ചെയ്താനോ നമ്മൾ പോവരുത്. നമ്മുടെ ഈമാൻ നമ്മൾ ശ്രദ്ധിക്കാം. ഒരു ബീവിയെയും നമ്മൾ വിഷമിപ്പിക്കരുത്. അല്ലാഹുവേ, സാദാത്യങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ അറിവിനിലാവ് റമളാൻ നിലാവ് കാണുന്ന സർവ്വ സയ്യിദന്മാരെ കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അപ്പൊ ഒന്നാമത്തേത് എന്താ? മുത്തുനബിയുടെ മകളാവാൻ ഭാഗ്യം ലഭിച്ചു എന്നാണ്. മറ്റൊരു പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകിയ മറ്റൊരു പ്രത്യേകത എന്തെന്നറിയോ? റമളാൻ നിലാവിനെ പ്രോഗ്രാമിനെ മജ്ലിസിൽ വെള്ളം വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസിൽ ഒരുവനായി ഒരുത്തിയായിട്ട് ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന റമളാൻ നിലാവിന്റെ കുടുംബങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ പ്രത്യേകത നിങ്ങളോട് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകളാവുക എന്നുള്ളതാണ്.
അത് അല്ലാഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ ഒരു പ്രത്യേകതയാണ്. അതേ പ്രകാരം അല്ലാഹു ഫാത്തിമ ബീവിക്ക് നൽകിയ മറ്റൊരു പ്രത്യേകത പറഞ്ഞു തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫാത്തിമ നിന്റെ പേര് ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടുപോയി. ഫാത്തിമ നിന്റെ പേര് ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടുപോയി. ഫാത്തിമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഫാത്തിമ നിന്റെ പേരിനെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടുപോയിട്ടുണ്ട്. ഫാത്തിമ നിന്റെ സുന്ദരമായ നാമത്തെ സ്വർഗ്ഗത്തിന്റെ മനോഹരമായ കവാടത്തിൽ എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫാത്തിമ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പഠിച്ചോളി. നമ്പർ 2, രണ്ടാമത്തെ പ്രത്യേകത. നല്ലോണം പഠിച്ചോളിട്ടോ, പരീക്ഷയ്ക്ക് ചോദ്യം വരും. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേകതയിൽ നിന്ന് ഇത്ര പ്രത്യേകത എഴുതുക. നല്ലോണം പഠിച്ചോളി. പൂമ്പാറ്റ മക്കളൊക്കെ നല്ലോണം കേട്ടോളി. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുക്കട്ടെ. SLC എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ അല്ലേ നിങ്ങളടുത്ത്? പൂമ്പാറ്റകളൊക്കെ അടുത്തിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ, നോമ്പുവറ്റ മക്കളുണ്ട്, അള്ളാഹു മക്കളൊക്കെ കബൂലാക്കട്ടെ. അപ്പൊ 2 പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞ് 2 പ്രത്യേകത പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കിയിട്ട് കുറച്ച് പ്രത്യേകതകൾ മാത്രം എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവിയുടെ പേരിൽ 11 ഫാത്തി ഓതിയിട്ട് നമുക്ക് ദ്വാരിക്കാം. അപ്പൊ ഫാത്തിമ ബീവിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? പഠിച്ചു വെച്ചോളി, എഴുതി വെച്ചോളി. ഒന്നാമത്തെ പ്രത്യേകത, കുടുംബങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, മുത്തുനബിയുടെ മകളായി എന്നുള്ളത്. മുത്തുനബിയുടെ മകളാവുന്നല്ല വലിയ ഭാഗ്യം തന്നെയാണ് മക്കളെ. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പേര് ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടുവന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പ്രത്യേകത തന്നെയാണ്. അതൊരു പ്രത്യേകത തന്നെയാണ്. അതൊരു പ്രത്യേകതയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേകത. നമ്മൾ പറയാറില്ലേ, നമ്മൾ ചിലപ്പോ പറയാറില്ലേ, എടാ അജിപ്പോ ആള് ഉഷാറായില്ലോ, അന്നെ ഞാൻ അവിടെ കണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ, അന്നെ ആ സ്റ്റേജ് കണ്ടല്ലോ, അന്റെ പേര് പോസ്റ്ററിലുണ്ടല്ലോ, മാഷാ അല്ലാഹ്. അതെന്താ? അതൊരു സ്ഥാനം കൂടുമ്പോഴല്ലേ നമ്മള് നിന്റെ പേര് പോസ്റ്ററിലുണ്ടല്ലോ നമ്മൾ പറയില്ലേ? അതെന്താ? അതൊരു സ്ഥാനം, ഒരു ബഹുമാനം കിട്ടുമ്പോഴാണ്, അതൊരു സന്തോഷമാണ്. അതേ പ്രകാരം ആ ഒരു സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാണ്, ഫാത്തിമ നിന്റെ പേര് ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്പർ 2, 2 പ്രത്യേകതയാണ്. എങ്ങനെയാ സ്വർഗ്ഗത്തിൽ കണ്ടത്? സ്വർഗ്ഗത്തിന്റെ എവിടെയാ ഫാത്തിമാവിന്റെ പേരുള്ളത്? ആരാ പ്രിയപ്പെട്ടവരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സുവർഗത്തിൻ സുഗന്ധ പൂറാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹ്. അഴകിലും അഴകായ സുറുമ കൺമിഴിയാലേ സുരലിതാ സുററാണി ഫാത്തിമത്തു സുഹ്റാ മണിമുത്ത റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി. അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തു സുഹ്റാ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആരെന്നറിയോ? സുഖലോക സ്വർഗ്ഗത്തിലെ രാജകുമാരിയാ. സുഖലോക സ്വർഗ്ഗത്തിലെ രാജകുമാരിയാ. സുഖലോക സ്വർഗ്ഗത്തിലെ രാജകുമാരിയാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ ഇസ്രാഇ മിറാജിന്റെ രാവിലെ ഞാൻ ഒരുപാട് അത്ഭുത കാഴ്ചകൾ കണ്ടുവല്ലോ സ്വഹാബ. ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ. അന്നാണ് ഞാൻ ഖബർ കണ്ടത് സ്വഹാബ. ഖബറിന്റെ അകത്ത് നടക്കുന്ന ഭയാനകമായ അത്ഭുതങ്ങളെ, അല്ലാഹുവിന്റെ ചെമ്പ് പഴിപ്പിച്ച പരലോകത്തെ മനുഷ്യകുലത്തെ വിചാരണയുള്ള ഭയാനകമായ രംഗം
രംഗങ്ങളെ ആ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് സ്വഹാബാ. സ്വർഗം കണ്ടത് അന്നാണ് സ്വഹാബാ, നരകം കണ്ടത് അന്നാണ് സ്വഹാബാ. സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ നടന്നു പോയപ്പോ, സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ നടന്നു പോയപ്പോ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിയൽ അൻഹാർ, കളകളാളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, രോഗമെന്താണെന്ന് അറിയാത്ത സ്വർഗമുണ്ടല്ലോ, വിശപ്പറിയാത്ത സ്വർഗമുണ്ടല്ലോ, ദാഹമറിയാത്ത സ്വർഗമുണ്ടല്ലോ, പ്രതിസന്ധികളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത അല്ലാഹുവിന്റെ സുഖലോക സ്വർഗമുണ്ടല്ലോ. ആ സുഖലോക സ്വർഗത്തിലൂടെ ഞാൻ നടന്നു പോയപ്പോ സ്വഹാബാ, സ്വർഗത്തിന്റെ കവാടത്തിലെ ഞാൻ 5 പേരുകൾ കണ്ടുവന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 5 പേരുകൾ ഞാൻ കണ്ട സ്വഹാബാ, 5 പേരുകളാണ് ഞാൻ കണ്ടുപോയത് സ്വഹാബാ. പ്രിയപ്പെട്ടവരെ, ആ 5 പേരുകൾ ഏതെന്നറിയോ? ഏതാണ് നബിയെ? പറഞ്ഞു തരിക നബിയെ, ഏത് പേരുകളാണെന്ന് തങ്ങളെന്ന് പറഞ്ഞു തരൂ നബിയെ. ആ 5 പേരുകൾ ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മഹത്വം കേൾക്കുന്നവരെ, അവിടുത്തെ ചരിത്രം കേൾക്കുന്നവരെ, അവിടുത്തെ മഹത്വം കേൾക്കാൻ ഒരുങ്ങി നിൽക്കുന്ന റമദാനിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് പറഞ്ഞു തരട്ടെ. സ്വർഗത്തിന്റെ കവാടത്തിൽ മുത്തുനബി കണ്ട 5 പേരുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. നല്ലവണ്ണം പഠിച്ചു വെക്കണേ. സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യമായി കണ്ട പേര് ഏതാണ്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അല്ലാഹുവിന്റെ നാമമാ, അത് അല്ലാഹുവിന്റെ നാമമാ. ഏകനായ ഇലാഹിന്റെ നാമമാ, ഏകനായ ഇലാഹിന്റെ നാമമാ, ഏകനായ ഇലാഹിന്റെ നാമമാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബാ, സ്വർഗത്തിന്റെ കവാടത്തിലെ, സ്വർഗത്തിന്റെ കവാടത്തിലെ രണ്ടാമതായി ഞാൻ കണ്ടുപോയ പേര് ഏതാ? മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാമമാണ്. മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലിയേ. മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാമമാണ്. എന്റെ നാമമാണ് സ്വഹാബാ, എന്റെ നാമമാണ് സ്വഹാബാ, എന്റെ നാമമാണ് സ്വഹാബാ. സുഖലോക സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ എഴുതപ്പെട്ട പേര് എന്റെ പേരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പേരായി. ഇനി എത്ര പേരുണ്ട്? ഇനി എത്ര പേരുണ്ട്? 2 പേര് ഇപ്പൊ ഞാൻ പറഞ്ഞേ അല്ലേ? ഇനി എത്ര പേരുണ്ട് നിങ്ങൾ പറയും. നിങ്ങൾ വാദം ശ്രദ്ധിക്കണ്ടോ നോക്കട്ടെ. വേഗം പറയും, പെട്ടെന്ന് പെട്ടെന്ന് കമന്റിൽ വേഗം വരും. ഇനി എത്ര പേരുണ്ട്? മാഷാ അല്ലാഹ് 3 പേര്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. അപ്പൊ ശ്രദ്ധിക്കണ്ട്. സുവർഗത്തിൻ മിഹ്റാബിൽ സുന്ദരമായൊരു സുമുണ്ട്, സയ്യിദനാ മുഹമ്മദിൻ സമ്പൂർണ്ണ നാമം. സുവർഗത്തിൻ മിഹ്റാബിൻ സുന്ദരമായൊരു സുമുണ്ട്, സയ്യിദനാ മുഹമ്മദിൻ സമ്പൂർണ്ണ നാമം.
അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി മുഹമ്മദ് നബിയിലായി വിളങ്ങി. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി മുഹമ്മദ് നബിയിലായി വിളങ്ങി. സുവർഗത്തിൽ മിഅ്റാബിൽ സുന്ദരമായൊരിസ്മുണ്ട് സയ്യിദരാം മുഹമ്മദിൽ സമ്പൂർണ്ണ നാമം. സുവർഗത്തിൽ മിഅ്റാബിൽ സുന്ദരമായൊരിസ്മുണ്ട് സയ്യിദരാം മുഹമ്മദിൽ സമ്പൂർണ്ണ നാമോ. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് റമളാനിലാവ് കേൾക്കുന്ന ഈ ജനലക്ഷങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. പഴയകാലത്തുള്ള പാട്ടുകളൊക്കെ അങ്ങനെയാണ്. പഴയകാലത്തുള്ള പാട്ടുകളൊക്കെ അങ്ങനെയാണ്. മനസ്സിൽ തറക്കുന്ന ഗാനങ്ങളാണ്, ചങ്കിൽ തറക്കുന്ന ഗാനങ്ങളാണ്. പഴയകാലത്തുള്ള ഗാനങ്ങളൊക്കെ കേൾക്കാൻ എന്തോരു നല്ല രസമാണ് മുഅ്മിനീങ്ങളെ. പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ അല്ലാഹുവേ എന്തൊരു നല്ല സുന്ദരമായിരുന്നു, എന്തൊരു മനോഹരമായ ഗാനങ്ങളായിരുന്ന പഴയ കാലത്തുള്ള ഗാനങ്ങളെല്ലാം. ഇന്നത്തെ തലമുറക്കതൊന്നും അറിയൂല, ഇന്നത്തെ തലമുറ അതൊന്നും അറിയുന്നില്ലല്ലോ. ആ ഗാനങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ, ആ ഗാനങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ. ഇനി 3 പേര് പറയാൻ പോവുകയാണ്. നല്ലവണ്ണം പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതെന്തായാലും ഉണ്ടാകും. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാ 5 പേരുകൾ ഞാൻ കണ്ട. ഒന്നാമത്തത് അല്ലാഹുവിന്റെ നാമമാണ്, രണ്ടാമത്തത് എന്റെ പേരാണ് സഹാബാ. മൂന്നാമത് ഞാൻ കണ്ട പേര് ഏതെന്നറിയോ? മൂന്നാമത് ഞാൻ കണ്ട പേര് ഏതെന്നറിയോ? എന്റെ കരളിലെ കഷ്ണമായ ഫാത്തിമ, എന്റെ കരളിലെ കരളായ ഫാത്തിമ. ഫാത്തിമ നിന്റെ നാമമാണ് മോളെ, നിന്റെ നാമമാണ്, നിന്റെ നാമമാണ് ഫാത്തിമ, നിന്റെ പേരാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തില് ഞാൻ കണ്ടുപോയത് നിന്റെ പേരാണ് ഫാത്തിമ. ആരാ പറയുന്നത്? ചെറുപ്പക്കാരാ, സ്വർഗം കണ്ട നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. എന്റെ ഫാത്തിമയുടെ പേര് ഞാൻ സ്വർഗത്തിൽ കണ്ട സ്വഹാബ, എന്റെ ഫാത്തിമയുടെ പേര് ഞാൻ സ്വർഗത്തിൽ കണ്ട സ്വഹാബ, എന്റെ ഫാത്തിമയുടെ പേര് ഞാൻ സ്വർഗത്തിൽ ഞാൻ കണ്ടുപോയി സ്വഹാബ. റമളാനിലാവ് കേൾക്കുന്നവരെ, റമളാനിലാവിന്റെ മുന്നിൽ വെള്ളവുമായി കാത്തിരിക്കുന്നവരെ, നോമ്പുകാരായ ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ എനിക്കും അതിലൊന്ന് പങ്കെടുക്കണം അല്ലാ, എന്റെ വിഷമങ്ങളൊന്ന് മാറണം അല്ലാ എന്ന നിയ്യത്തോടെ റമളാനിലാവിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നവരെ പഠിച്ചുകൊള്ളുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ കരളിന്റെ കരളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേര് ഞാൻ സ്വർഗത്തിൽ കണ്ടുപോയ സ്വഹാബ. ഫാത്തിമ നിന്റെ പേരാണ് ഞാൻ സ്വർഗത്തിൽ കണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും 3 പേരായി. അപ്പൊ ഫാത്തിമ ബിയുടെ മറ്റൊരു പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞെന്താ? സ്വർഗത്തിൽ കണ്ട പേര്. ആരെ പേര്? നിങ്ങൾ പറയും. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേര്.
അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാരെ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാരെ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. കേട്ടണോ ആ പാട്ട്? കേട്ടുകണോ ആ പാട്ട്? നിങ്ങൾ കേട്ടുകണോ? കേട്ടുകണെന്ന് ഞാൻ ഇപ്പൊ പാടൂല. കേട്ടുകണോ? കേട്ടിട്ടില്ല ഇപ്പൊ പാടിത്തരാം. കേൾക്കാതിരിക്കൂല, പാട്ട് കേൾക്കാത്ത. മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി താരങ്ങൾ പൂത്ത പോൽ ചിരി തൂകു സുന്ദരി തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി താരങ്ങൾ പൂത്ത പോൽ ചിരി തൂകു സുന്ദരി മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ മുത്ത് റസൂലിൻ കരളിലെ കഷ്ണം ഫാത്തിമ തങ്കമാർന്ന പെൺകൊടി തങ്കമാരിലെ റാണി താരങ്ങൾ പൂത്ത പോൽ ചിരി തൂകു സുന്ദരി അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാരെ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് റമളാനിലാവ് കാണുന്ന സഹോദരിമാർക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് ഏതെല്ലാം വീടുകളിൽ ഇരുന്നിട്ടാണോ റമളാനിലാവ് കാണുന്നത് ആ വീട്ടിലെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഈ റമളാനിലാവിന്റെ മൂന്നാമത്തെ റമളാനിലാവ് നടക്കുന്ന ഈ ഷോപ്പില് നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ പറഞ്ഞു വരുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതയാണ് അപ്പൊ സ്വർഗ്ഗത്തിൽ ഞാൻ 5 പേരെ കണ്ടുവന്ന് മുത്തുനബി പറഞ്ഞല്ലോ അതിലുള്ള മൂന്നാമത്തെ പേര് ഏതാണ് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ എന്റെ ഫാത്തിമയുടെ പേരാണ് എന്റെ ഫാത്തിമയുടെ പേരാണ് സ്വഹാബ നാലാമത്തെ പേരേതാ നബിയേ നാലാമത്തെ പേരേതാ നബിയേ നാലാമത്തെ പേരേതാ നബിയേ നാലാമത്തെ പേര് ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട മരുമകനായ എന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച എന്റെ പ്രിയപ്പെട്ട മരുമകനായ അലിയേ നിങ്ങളെ നാമമാ നിങ്ങളെ പേരാ ഭാഗ്യവാനല്ലേ ചെറുപ്പക്കാരാ ഭാഗ്യവാനല്ലേ ചെറുപ്പക്കാരാ ഭാഗ്യവാനല്ലേ ചെറുപ്പക്കാരാ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിന്റെ നാമമാണ് സ്വർഗ്ഗത്തിൽ ഞാൻ കണ്ടുപോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരാ പ്രിയപ്പെട്ടവരെ അലി റളിയല്ലാഹു അൻഹു ആരാ പ്രിയപ്പെട്ടവരെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോള് കല്യാണം കഴിക്കാൻ എത്രയോ ആളുകൾ ശ്രമിച്ചിട്ടില്ലേ? മക്കയിലെ പ്രമുഖരായ എത്രയോ വലിയ പ്രമാണികൾ വന്ന് മുത്തുനബിയോട് പലതവണ പറഞ്ഞതാ, നബിയേ ഒരു തവണ നബിയേ എത്ര പണം വേണമെങ്കിലും തരാ നബിയേ, എത്ര കാശ് വേണമെങ്കിലും തരാ നബിയേ, എത്ര സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ തങ്കക്കുടമായ ഫാത്തിമ, ആ ഫാത്തിമ ബീവിയെ ഒന്ന് കല്യാണം കഴിച്ചു തരുമോ നബിയേ? ആ ഫാത്തിമ ബീവിയെ ഒന്ന് കല്യാണം കഴിച്ചു തരുമോ നബിയേ? നിങ്ങളെ പോലെ കണ്ണുള്ള ഫാത്തിമ, നിങ്ങളെ പോലെ ചുണ്ടുള്ള ഫാത്തിമ, നിങ്ങളെ പോലെ അഴകുള്ള ഫാത്തിമ, നിങ്ങളെ പോലെ കാണാനെന്തൊരു ചന്തമാണ് തങ്ങളെ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഒന്ന് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ നബിയേ? മക്കയിലെ മദീനയിലെ എത്രയോ വലിയ പണക്കാർ വന്ന മുത്തുനബിയോട് ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, മൂന്ന് വട്ടമല്ല, പലതവണയാണ് പ്രിയപ്പെട്ടവരെ മുത്തുനബിയോട് ചോദിച്ചത്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ. എത്രയോ ആളുകൾ, എത്രയോ വലിയ പ്രമാണിമാരുടെ മക്കൾ വന്ന മുത്തുനബിയോട് ചോദിച്ചതാ. പക്ഷേ അവർക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചയച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് വീണ്ടും ചോദിച്ചു, നബിയേ വലിയ കൊട്ടാരം തരാ നബിയേ, വലിയ സൗകര്യങ്ങൾ ചെയ്തു തരാ നബിയേ, മഴ പെയ്യുമ്പോ കോരിച്ചെറിയുന്ന മഴ പെയ്യുമ്പോ നനയാത്ത വീട് തരാ നബിയേ, ഒരു പട്ടിണിയില്ലാത്ത ജീവിതം തരാ നബിയേ, ഒരു കഷ്ടപ്പാടില്ലാത്ത ജീവിതം തരാ നബിയേ, ഒരു കണ്ണുനീരില്ലാത്ത ജീവിതം തരാ നബിയേ. അവിടത്തെ പൊന്നമോളെ ഫാത്തിമ അവരെയൊന്ന് കല്യാണം കഴിപ്പിച്ച് തരുമോ തങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടുത്തില്ലല്ലോ. അവസാനം ആർക്കാ പ്രിയപ്പെട്ടവരെ മുത്തുനബി കൊടുത്തത്? മഹാനായ സയ്യിദനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ആരാ ചെറുപ്പക്കാരാ? അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് മുത്തുനബിയോട് പറഞ്ഞത് ആരാ? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ജിബ്രീലാണ് പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രിയപ്പെട്ടവരെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നു വന്നിട്ട് പറയാണ്, തങ്ങളെ തങ്ങളെ ഫാത്തിമ അലി തങ്ങൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കണേ നബിയേ. ഫാത്തിമയെ കല്യാണം കഴിക്കേണ്ടത് അലിയാ, ഫാത്തിമയെ കല്യാണം കഴിക്കേണ്ടത് അലിയാ. അലി അതിന് യോഗ്യനാണ് തങ്ങളെ, അലി അതിന് യോഗ്യനാണ് തങ്ങളെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാഷാ അല്ലാഹ്. ചില ആളുകൾ പറയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി തങ്ങളും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട്. തെറ്റാണ്, അത് ഒരിക്കലും ശരിയല്ല. ഞാൻ ഇന്നാള് ഏതൊരു പുസ്തകത്തിൽ വായിച്ചു, അലി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ മുത്തുനബിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അത് വേറെ കഥ ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറഞ്ഞു തരാം, പിന്നീട് ഒരിക്കൽ പറഞ്ഞുതരാം. അപ്പൊ ചെറുപ്പത്തിലെ മുത്തുനബിയുടെ വീട്ടിൽ താമസിക്കുമ്പോ ചെറിയ പ്രായത്തിലെ ഫാത്തിമ ബീവിയോട് അലി തങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു. അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ യാത്ര പോയപ്പോ ഒരു പുസ്തകം വായിച്ചപ്പോ കണ്ടതാണ്. അത് തെറ്റാണ്, അങ്ങനെയല്ല, അത് തിരുത്തണം, അത് തെറ്റാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അങ്ങനെ ലവ് അടിച്ചിട്ട് ലവ് മാരേജ് കഴിക്കുക, അതൊന്നല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചില വളവന്മാരുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയെ പ്രേമിച്ചിട്ടില്ലേ, അതുകൊണ്ടെന്നാ ഞങ്ങൾക്ക് പ്രേമിച്ചാല് എന്താ മസല. മാഷാ അല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണിട്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ, ഭയങ്കര മസല. അങ്ങനെയൊന്നുമില്ല മക്കളെ, ഒക്കെ തെറ്റിദ്ധാരണയാണ് കേട്ടോ, ഒക്കെ തെറ്റിദ്ധാരണയാണ്.
അങ്ങനെ പോലെ പ്രേമിച്ച് കല്യാണം കഴിച്ചൊന്നുമല്ല. അതിനൊക്കെ കൃത്യമായ മാനദണ്ഡം. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരുന്നുണ്ട്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഫാത്തിമ ബീന്റെ ആണ്ടല്ലേ. അപ്പൊ അവിടുത്തെ ചരിത്രം നമ്മൾ തുടങ്ങി വെച്ചില്ലേ. ഇൻഷാ അല്ലാഹ് ബാക്കി പറഞ്ഞുതരാം. ഫാത്തിമ ബീന്റെ നല്ല രസകരമായ ചരിത്രങ്ങളുണ്ട്. നല്ല രസാണ്. എല്ലാരും കേട്ടിരുന്നോളി. ഉമ്മമാർക്കൊക്കെ നല്ലോണം പാടല്ലേ, എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ചരിത്രങ്ങളാണ്. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ചരിത്രങ്ങളുണ്ട് ഫാത്തിമ ബീന്റെ. ഈ റമദാൻ മുഴുവനും പറഞ്ഞാൽ ചിലപ്പോൾ അത് തീരൂല. പിന്നെ ഇന്ന് അടുക്കളനെ കുറിച്ചിട്ട് പറയാൻ കരുതിയത്, അടുക്കളയിലെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്തെ ഇനി പറയാൻ ആദ്യം കരുതിയത്. അപ്പോഴാണ് മക്കള് പറഞ്ഞത്, ഉസ്താദെ എന്നപ്പോ ഫാത്തിമ ബീവിന്റെ ആണ്ടല്ലേ, അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആണ്ടാവുമ്പോ അതിനെ കുറിച്ച് പറയണല്ലോ. ഇൻഷാ അല്ലാഹ് മക്കളെ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്നത്തെ വിഷയം എടുത്തത്. ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാക്കി തരും, നിങ്ങൾക്കത് പൂർത്തിയാക്കി തരും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അല്ലേ. അതാരാ പറഞ്ഞത്? അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് ആരാ? മഹാനായ മലക്ക് ജിബ്രീൽ. ഉറക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മരുമമ, പ്രിയപ്പെട്ട പുതുനാരനായിട്ട് മുത്തുനബിയുടെ മരുമകനായിട്ട്, മുത്തുനബിയുടെ മരുമകനായ ബാഗിൽ വെച്ച അലിയാര് തങ്ങളെ, അലിയേ നിന്റെ പേരാണ് സ്വർഗത്തിൽ ഞാൻ കണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം